ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ ലേഡീസ് നോട്ട്പാഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ കിച്ചൺ ഓർഗനൈസേഷൻ വീഡിയോസിൽ പാർട്ട് 1 ചെറിയ കിച്ചൺ കൗണ്ടർ ടോപ്പ് എങ്ങനെ ഓർഗനൈസ് ചെയ്യാമെന്നും പാർട്ട് 2 പാർട്ടീഷൻ ക്യാബിനറ്റിൻ്റെ ഓർഗനൈസേഷനുമാണ് കണ്ടത്. കൗണ്ടർ ടോപ്പിന് മുകളിലും താഴെയുമുള്ള ബാക്കി ക്യാബിനറ്റ്സ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. കിച്ചൺ ഓർഗനൈസേഷൻ്റെ പാർട്ട് 1ഉം അതുപോലെ പാർട്ട് 2ഉം കാണാത്തവർക്കായിട്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. ഈ വീഡിയോയും നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സ്റ്റൗവിന് താഴെയുള്ള ക്യാബിനറ്റ്സിൽ സ്പേസ് കുറവായതുകൊണ്ട് തന്നെ ഡെയിലി ഉപയോഗിക്കുന്ന പ്ലേറ്റ്സും അതുപോലെ ചീനച്ചട്ടികൾ, ഫ്രൈയിങ് പാന്, ചെറിയ ചെറിയ അടപ്പുകൾ ഒക്കെ വെക്കാനായിട്ട് സിങ്ക് ഏരിയയുടെ തൊട്ട് മുകളിൽ തന്നെ ഞാനിങ്ങനെ ഒരു സ്റ്റീൽ റാക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതും നമുക്ക് സ്റ്റോറേജിന് കൂടുതൽ സ്പേസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്ഫുൾ ആണ്. ഇതിന്റെ മുകളിലത്തെ തട്ടില് ഗസ്റ്റുകൾ വരുമ്പോൾ സെർവ് ചെയ്യാനുള്ള പ്ലേറ്റ്സും അതിന്റെ കൂടെ ബാസ്ക്കറ്റിലെ എക്സ്ട്രാ ഐറ്റംസ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ് ഐറ്റംസ്, കത്തികള്, കത്രികകള്, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത ഐറ്റംസ് ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കാണ്. ബാസ്ക്കറ്റിൽ ഇട്ട് വെച്ചേക്കണോണ്ട് ഒരുപാട് സാധനങ്ങൾ ഒരുമിച്ച് സ്റ്റോർ ചെയ്യുകയും ചെയ്യാം. അത് മാത്രമല്ല മുകളിൽ നിന്ന് എനിക്ക് എടുക്കാൻ അത് എളുപ്പവുമാണ്. സ്റ്റൗവിന് മുകളിലുള്ള ക്യാബിനറ്റ്സ് രണ്ടും തന്നെ സ്പൈസസ് ഒക്കെ സ്റ്റോർ ചെയ്യാനാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നുണ്ടെങ്കിലും അവിടെ സ്പേസ് കുറവായതുകൊണ്ടും പുറകിലിരിക്കുന്ന ഐറ്റംസ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കഴിയാത്തത് കൊണ്ടും ഇവിടെ ഞാൻ മറ്റു ചില ഐറ്റംസ് ആണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു ബാസ്ക്കറ്റിൽ ആദ്യം തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പുട്ട് മേക്കർ, ഇടിയപ്പം മേക്കർ, അതുപോലെ ചിരട്ടപ്പുട്ട് മേക്കർ, ഇതെല്ലാം ഞാനൊരു ബാസ്ക്കറ്റിലിട്ട് ഈ കോർണറിൽ വെച്ചേക്കാണ്. അതിനപ്പുറത്ത് കാസറോളുകൾ 2 വെച്ചിട്ടുണ്ട്. അത് ബ്രേക്ക്ഫാസ്റ്റ് സെർവ് ചെയ്യാനാണ്. ഇനി എക്സ്ട്രാ ഐറ്റംസ്, കുറച്ച് ഐറ്റംസ് ഞാൻ 3 ബാസ്ക്കറ്റുകളിലായിട്ട് മുകളിലത്തെ തട്ടുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. മുകളിലത്തെ തട്ടുകളിൽ അല്ലെങ്കിൽ ബാക്കിലിരിക്കുന്ന ഐറ്റംസ് ഒന്നും തന്നെ നമുക്ക് എടുക്കാനായിട്ട് പറ്റില്ല. വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന ഐറ്റംസ്, സ്പൈസസ്, ഒറിഗാനോ, അതുപോലെ ഇടിച്ച മുളകിന്റെ എക്സ്ട്രാ സ്റ്റോക്ക്, ചിയ സീഡ്സ്, അത്തരം ഐറ്റംസ് ആണ് ഞാൻ ഇവിടെ 3ാമത്തെ ബാസ്ക്കറ്റിൽ വച്ചിരിക്കുന്നത്. ഈ ക്യാബിനറ്റിന്റെ അടിയിലായിട്ട് കപ്പ് ഹോൾഡർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ തന്നെ എക്സ്ട്രാ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് ഈ കപ്പ് ഹോൾഡറും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ അറ്റാച്ച് ചെയ്യാനും ഈ കപ്പ് ഹോൾഡർ വളരെ എളുപ്പമാണ്. അടുത്ത ക്യാബിനറ്റിൽ വെച്ചിരിക്കുന്നത് മിക്സർ ജാറുകൾ, പിന്നെ വെജിറ്റബിൾസ് വാഷ് ചെയ്യാനുള്ള കൊലാൻഡർ, എക്സ്ട്രാ ട്രേകൾ, പിന്നെ കുക്കർ. വളരെ റെയർലി യൂസ് ചെയ്യുന്ന കുക്കറാണ്. ഏറ്റവും വലിയ കുക്കർ ആയതുകൊണ്ട് തന്നെ റെയർലി യൂസ് ചെയ്യാറുള്ളൂ, ബിരിയാണി ഉണ്ടാക്കാനോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഏറ്റവും മുകളിലാണ് വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അത് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, മുകളിൽ നിന്ന് എടുക്കാനായിട്ട്. അതിന് താഴെയായിട്ട് ഷെൽഫിൽ അറ്റാച്ച് ചെയ്യുന്ന രീതിയിലുള്ള അണ്ടർ ദ ഷെൽഫ് ഓർഗനൈസർ വച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ ക്ലിംഗ് റാപ്പ്, അലൂമിനിയം ഫോയിൽ, ടിഷ്യൂ പേപ്പേഴ്സ്, എക്സ്ട്രാ കിച്ചൺ ടവൽസ് ഒക്കെ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചേക്കാണ്. വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആയതുകൊണ്ടാണ് അതിൻ്റെ പുറകിൽ വെച്ചിരിക്കുന്നത് അലൂമിനിയം ഫോയിലൊക്കെ. പെട്ടെന്ന് യൂസ് ചെയ്യുന്ന ടിഷ്യൂസ് പെട്ടെന്ന് എടുക്കാൻ പാകത്തിന് ഈ അറ്റത്തും ഞാൻ വെച്ചിട്ടുണ്ട്. എക്സ്ട്രാ സ്പേസ് നമുക്ക് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ഓർഗനൈസറും ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. അതിന് താഴെയായിട്ട് സെയിം അതുപോലെ തന്നെ ഒന്നിൻ്റെ ഉള്ളിലാണ് മസാല ഡബ്ബ വച്ചേക്കുന്നത്. എല്ലാ ഓർഗനൈസറുകളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി താഴെയുള്ള ക്യാബിനറ്റ്സ് ആണ്. താഴെയുള്ള ക്യാബിനറ്റ്സിൽ സ്റ്റൗവിന്റെ തൊട്ട് താഴെ വരുന്നത് കട്ട്ലറി ട്രേ ആണ്. കട്ട്ലറി ട്രേയിൽ നമുക്ക് സെഗ്മെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റീലിന്റെ സ്പാച്ചുലാസ് ഒരുമിച്ച് അതുപോലെ വുഡൻ സ്പാച്ചുലാസ് ഒരുമിച്ച് അതങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഏറ്റവും അറ്റത്തുള്ളത് സെഗ്മെന്റ് ഒത്തിരി നീളമുള്ളതായതുകൊണ്ട് തന്നെ നീളമുള്ള ഐറ്റംസ് ഒക്കെ അവിടെ വെക്കാം നമുക്ക്. എക്സ്ട്രാ ചെറിയ സ്പൂണുകൾ, ഫിംഗർ ക്യാപ്പുകളൊക്കെ ഇവിടെ ചെറിയൊരു ബോക്സിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പിസ്സ കട്ടർ, സ്ട്രെയിനറുകൾ, അതും ഈ കട്ട്ലറി സെക്ഷനിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിന് താഴെയുള്ള ക്യാബിനറ്റിൽ ചെറിയ പാത്രങ്ങൾ, പെട്ടെന്ന് യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ, ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് വെച്ചേക്കണേ. എളുപ്പത്തിന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിരിക്കുന്നത്. ചെറിയ പാത്രങ്ങൾ പ്രത്യേകമായിട്ട് ചെറിയൊരു ബാസ്ക്കറ്റിന്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള വലിയ പാത്രങ്ങളായിട്ട് മിക്സ് ആവുകയില്ല, തുറക്കുമ്പോൾ താഴെ വീണ് പോവുകയില്ല. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ അടപ്പുകൾ വേറെയായിട്ടും പാത്രങ്ങൾ വേറെയായിട്ടുമാണ് സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്.
അതിനടിയിലുള്ള തട്ട് പ്ലേറ്റ് ഓർഗനൈസർ ആണ് ശരിക്കും, പക്ഷെ അതിന് ഹൈറ്റ് വളരെ കുറവായതുകൊണ്ട് പ്ലേറ്റുകളൊന്നും വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് വലിയ അടപ്പുകളും ചില്ലിൻ്റെ അടപ്പുകൾ, ഗ്ലാസ് അടപ്പുകളും അതുപോലെ പണിയാരച്ചട്ടി, പിന്നെ ഒരു ബാസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ഗ്ലാസ്സുകൾ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ വെജിറ്റബിൾ ചോപ്പർ. ഇത്ര ഐറ്റംസ് ആണ് ആ ഒരു തട്ടിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനടുത്ത് വരുന്ന ക്യാബിനറ്റ്സ് രണ്ടും തന്നെ പാത്രങ്ങൾ വെക്കാനുള്ളതാണ്. പക്ഷെ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരുപാട് സ്പേസ് ഇല്ല, ഉള്ളിലേക്ക് നീളം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അടിയിൽ മുകളിൽ പാത്രങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പുറകിലിരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ നേരത്തെ കണ്ട സ്റ്റീൽ റാക്ക് ഞാൻ ഇവിടെയും യൂസ് ചെയ്തേക്കാണ് ഓർഗനൈസ് ചെയ്യാനായിട്ട്. അതിൻ്റെ സ്റ്റീൽ റാക്കിൽ വെച്ച എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിയിലിരിക്കുന്ന പാത്രങ്ങളും മുകളിലിരിക്കുന്ന പാത്രങ്ങളും എളുപ്പം തന്നെ എടുക്കാൻ പറ്റും. അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സ്റ്റീൽ പാൻ വെച്ചിട്ടുണ്ട്. പിന്നെ താഴെ പാല് തിളപ്പിക്കാനും ചായ വെക്കാനും യൂസ് ചെയ്യുന്ന സോസ് പാനുകളും, ഏറ്റവും താഴത്തെ തട്ടിൽ പൊക്കം കൂടുതലായതുകൊണ്ട് ഏറ്റവും ഹൈറ്റുള്ള പാത്രങ്ങളും ഞാൻ ഇവിടെ തന്നെയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ളതാണ് അടുത്ത ക്യാബിനറ്റ്. അവിടെ വലിയ ഗ്യാസ് സിലിണ്ടറും അതിൻ്റെ കൂടെ തന്നെ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ചെറിയ ഗ്യാസ് സിലിണ്ടറും സ്റ്റൗവും ഉണ്ട്. അത് രണ്ടും ഞാൻ ആ ക്യാബിനറ്റിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അടുത്തത് സിങ്ക് ഏരിയയുടെ അടുത്തുള്ള ക്യാബിനറ്റ്സ് ആണ്. ഈ ഒരു ക്യാബിനറ്റ് ഡോറുമേ ടവൽ ഹോൾഡർ വെച്ചിരിക്കുന്നത്. ടവൽ ഹോൾഡർ ഊരിയെടുക്കാവുന്നതാണ്. അവിടെ ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത്. അപ്പം നമുക്ക് അവിടെ നിന്ന് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഡോറുമേ നമുക്കത് മാറ്റി വെക്കാവുന്നതാണ്. പിന്നെ ഞാൻ സിങ്ക് ഏരിയയുടെ അവിടെ തന്നെ വെച്ചേക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് കൈ തുടയ്ക്കാനായിട്ട് ടവൽ അതുമ്മേ ഇടുന്നതാണ് എനിക്ക് കൂടുതൽ സൗകര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഈ ഒരു ക്യാബിനറ്റ്സിൻ്റെ ഉള്ളിൽ ഒന്നിൽ ഞാൻ ചട്ടികൾ, പിന്നെ ചപ്പാത്തി റോളർ ബോർഡ് ഉണ്ടല്ലോ അത്, പിന്നെ അടിയിൽ ചിരവ, പിന്നെ സിങ്കിന്റെ തൊട്ട് താഴെ വരണ ഭാഗത്ത് അധികം സ്പേസ് ഒന്നും ഇല്ല അവിടെ ഒരു ബാസ്ക്കറ്റിനുള്ളിൽ ക്ലീനിങ്ങിന് യൂസ് ചെയ്യണ സാധനങ്ങൾ, സ്പ്രേ ബോട്ടിൽസ്, ക്ലീനിങ് സൊല്യൂഷൻ, അങ്ങനെ കുറേ ഐറ്റംസ് ആണ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കണേ. അങ്ങനെ അടുക്കള വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത ഓർഗനൈസേഷൻ ടിപ്സ് ഒക്കെ നിങ്ങളുടെ കിച്ചൺ ഓർഗനൈസേഷനിൽ ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ സജഷൻസും കമൻസിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ നല്ല നല്ല വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ലേഡീസ് നോട്ട് പാഡിലൂടെ വീണ്ടും കാണാം.